ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മുക്കുട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മോൾസിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും മേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വല്ല ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മേക്കപ്പിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമർ ഇടണം ആദ്യം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന പ്രൈമറൊക്കെ തീർന്നു. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമ്മൾ ഒരു കമ്പനിയുടെ തന്നെ പ്രൈമർ, ഫൗണ്ടേഷൻ, കൺസീലർ ഇത് മൂന്നും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്, കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒരു ബേസ് ആയിട്ട് നമ്മൾ കൊടുക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഇടാം. കൺസീലർ എന്ന് പറയുന്നത് ഈ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിപ്പോൾ കൺസീലർ വാങ്ങിച്ചിട്ടില്ല, പുതിയതൊന്നും. മുന്നേ ഉണ്ടായിരുന്നു. എനിക്ക് കൺസീലർ വേണ്ട, എനിക്ക് അത്രയും കവറേജ് മതി, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ തേക്കാൻ പോകുന്ന ബേസ് എന്ന് പറയുന്നത് ഇത് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു ക്രീമാണ്. വിറ്റ ഗ്ലോ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് മൾട്ടി വൈറ്റമിൻ ഒരു ക്രീം. ഇത് ഞാൻ തനിയെ ക്രീം മാത്രമായിട്ടും തേക്കാറുണ്ട് ചില സമയത്ത്, ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കിട്ടാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് മാത്രമായിട്ട് ചെയ്യരുത്, നമ്മുടെ നെക്കും കാണും. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ചെയ്യണം. പിന്നെ ഇത് ഇടുമ്പോൾ ലിമിറ്റഡ് ആയിട്ട് ഇടുക, അതായത് ആവശ്യത്തിന് മാത്രം ഇടുക. കുറേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഫോം ആയിട്ടിരിക്കില്ല, അതായത് എക്സസ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇതാവുമ്പോൾ കുറച്ച് തേക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ്ഡ് ആവും. നമ്മൾ എന്തൊരു സംഭവം മുഖത്ത് തേക്കുന്നു അത് യൂണിഫോം ആയിട്ട് അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്കിൽ. ഈ സംഭവം അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ റേഡിയൻസ് സിറം പവേർഡ് ഫൗണ്ടേഷൻ ആണ് ഇത്. അതായത് ഒരു ഹൈഡ്രേറ്റിംഗ് ലുക്കുള്ള ഒരു സംഭവമാണിത്. ഹൈലറോണിക് ആസിഡ് ഉള്ള ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു ലുക്ക് കിട്ടുന്നത്. ഞാനിത് ഒരു സമയത്ത് ഒരു വട്ടം അപ്ലൈ ചെയ്ത് നോക്കി. സോ എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ നമുക്കിതിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോഞ്ചാണ്. ഇത് നമ്മൾ വെറ്റാക്കിയിട്ടുണ്ട്, എന്നിട്ട് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. ഈ ഒരു സംഭവം ഇടുമ്പോഴും ഒരുപാട് തേക്കരുത്. അതായത് ഒരുപാട് തേക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഭയങ്കര എക്സ്പേർട്സ് ഒക്കെ. പക്ഷെ ഞാൻ പലപ്പോഴും ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവാറില്ല, ഓവറായിട്ട് എന്താ പറയുക പുട്ടിയടിച്ച പോലെ തോന്നും. അപ്പോൾ ഇപ്പോൾ
വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്ലെൻഡിങ് ആണ് മേക്കപ്പിൽ കീ എന്ന് പറയുന്നത്. നമുക്ക് സ്പോഞ്ച് വെച്ചിട്ടും ചെയ്യാം. ബിഗിനേഴ്സിന് എപ്പോഴും സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ അടുത്ത് ബ്രഷും വാങ്ങിച്ചായിരുന്നു. ബ്രഷിന് വേറൊരു ലുക്കായിരിക്കും, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഇത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ഈ ഒരു മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഈ അടുത്തല്ല കുറച്ച് നാളായി എനിക്കത് ഫീൽ ചെയ്യുന്നു, ഒരു ഭയങ്കര ഒരു പാച്ചി ലുക്ക്. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, അത്ര ഭംഗിയില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് ഇത് സംഭവം അറിയാണ്ട് ചെയ്യണ ആളുടെ പോലെ. ഇത് അറിയാത്തതിൻ്റെ പ്രശ്നമല്ല, ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ എന്താ പറയുക ഏതാണ്ട് 1 ഇയറിന് മേലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്പയറിയും ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. എക്സ്പയറി അതിൻ്റെ ആയിട്ടില്ല, പക്ഷേ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര നാള് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് പക്ഷേ ആ പ്രൊഡക്റ്റിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്ട്സിലാണ് അത് സാധാരണ കാണാറ്. അപ്പോൾ ആ സംഭവത്തിൽ അതില്ല, എക്സ്പയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു മേക്കപ്പ് എനിക്ക് നിർബന്ധമാണ്, അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും സത്യത്തിൽ മേക്കപ്പിന് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് മതി നിർത്താം എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന ആളാണ്. അതായത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ സംഭവം ചെയ്തിട്ട് വൃത്തികേടാവാണെങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഇത്രയും ഏരിയ ആയി. ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും പോർഷനായി. ഇപ്പൊ നോക്കൂ, ഈ ഒരു ഏരിയ ഇവിടെ ഇട്ടിട്ടില്ല, അപ്പൊ അവിടെയും കൂടി നമ്മൾ ഇടണം. അപ്പൊ അവിടെ ഞാൻ ഒരു ഷെയ്ഡ് ഉള്ള സ്ഥലത്തൊക്കെ ഇടണം. നമ്മൾ കാണുന്ന ഭാഗത്ത് മൊത്തം ഒരു യൂണിഫോം കളർ കൊണ്ടുവരാൻ പറ്റണം. അതാണ് അതിൻ്റെ ഇത്. ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു പാച്ചി ലുക്ക് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്ലെൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് മുന്നത്തെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്നപ്പോൾ അത് മെബിലിൻ്റെ ആയിരുന്നു. ഈ ഫോർഹെഡ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു ഫീലിംഗ്. ഓക്കെ, ഞാൻ BB ക്രീമും ഉപയോഗിച്ചിരുന്നു, ഫൗണ്ടേഷനും ഉപയോഗിച്ചിരുന്നു. BB ക്രീം വേറൊരു കമ്പനിയുടെയാണ്, ഏത് കമ്പനിയാണെന്ന് ഇപ്പോൾ പറയാനാവുന്നില്ല. അപ്പോൾ രണ്ടിനും ഇതേ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, എനിക്ക് ഇത്രയും കവറേജ് മതി. ഓക്കെ, ഇനി എന്താ പറയുക, ഞാനൊരു ലിപ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാക്സ് ഫാക്ടർ എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു മജന്ത പിങ്ക് കളറാണ്. അപ്പം ഞാൻ ഇത്രയും നാള് ഇത് വെച്ചിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടിരുന്നത്.
ആക്ച്വലി ലിപ് ബാം ഇടും, പിന്നെ ഈ സംഭവം ഇടും. ലിപ്സ്റ്റിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ വാങ്ങിച്ചത് അത് ട്രാജഡി ആയിപ്പോൾ, ഭയങ്കര ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു കളറായിപ്പോൾ എനിക്ക് മടുത്തു സത്യത്തിൽ മേക്കപ്പ്. അതായത് മേക്കപ്പ് ഇട്ടിട്ട് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പം അതിനാണ് വേറെ ഇടാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ലിപ് ലൈനർ കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പം ഞാൻ ഇതിടാണ്ട് ഈ കിക്കോ മിലാനോടെ ലിപ് ഗ്ലോസ് ഇട്ട് നോക്കി, പക്ഷേ അതത്ര ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടിയില്ല, ഒരു പെർഫെക്ഷൻ വന്നില്ല. ഇതിട്ടിട്ട് ചെയ്തപ്പോൾ അട്രാക്റ്റീവായി. അതായത് നിങ്ങൾ ലിപ്പിന്റെ ലൈൻ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന് 2 പോർഷൻ ഉണ്ട് കേട്ടോ. ഇത് ബേസ് കളറാണ്, അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ടോപ്പ് കോട്ടാണ്. അപ്പം നല്ല ലിപ്സ് നല്ല ഗ്ലോ ചെയ്ത് നിൽക്കും. ഇത് വാങ്ങിച്ചപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതായത് എനിക്ക് ഒരുപാട് കളർ ഇഷ്ടമില്ല. I think the color is clear. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ലിപ് ലൈനറിൻ്റെ കളറ് ഈ സെയിം കളർ അല്ല. സാധാരണ എനിക്ക് തോന്നുന്നു സെയിം കളറായിട്ട് ഉപയോഗിക്കാറ് എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇതൊരു എൻ്റേതായൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ്. ഫൈൻ, ഗുഡ്. ചിലവർ ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഇതിന് നേരത്തിരിക്കും. പശ പോലത്തൊരു ഇതാണ്, പക്ഷെ പശയല്ല കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു, ഈ ബ്യൂട്ടിഫിക്കേഷനും കഴിഞ്ഞു. ലുക്ക് അറ്റ് യുവർ ലിപ്സ്, സോറി യുവർ ലിപ്സ് അല്ല, എൻ്റെ ലിപ്സ്. ഇറ്റ്സ് ഗ്ലോയിങ് റൈറ്റ്, ആൻഡ് സ്കിൻ ടു ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ. സോ എനിക്ക് ഈ ലുക്ക് മതി. പിന്നെ ഇനി നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഐ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതായത് കണ്ണ് എഴുതുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഐലാഷ് എങ്കിലും മസ്കാര ഇട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവിടെ ഇങ്ങനെ ഒരു വെളുത്തിരിക്കും. സോ മസ്കാരയും ഞാൻ ഉപയോഗിച്ചിരുന്നു, ഇപ്പം അത് നിർത്തി. അതായത് എൻ്റെ ഐലാഷസ് ഒക്കെ അത്യാവശ്യം നല്ലതാണെന്ന് ഞാൻ പലരും പറയാറ്. പിന്നെ മസ്കാരയുടെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ. ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. ഇപ്പോൾ കാജൽ ഉപയോഗിക്കാറുണ്ട്.
എൻ്റെ കണ്ണ് ഇച്ചിരി ചെറുതായതുകൊണ്ട് എനിക്ക് അത് വലുതായിട്ട് തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും മുകളിൽ എഴുതണം. പിന്നെ അടിയിൽ എഴുതുമ്പോൾ ഈസ് ഫൈൻ. ആക്ച്വലി എനിക്ക് ഈ മൊബൈൽ ക്യാമറ നോക്കിയിട്ട് ഒരുങ്ങാൻ പറ്റുന്നില്ല. സോ ഇനി ഞാനെൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അതായത് കുറച്ച് ഫിനിഷിങ് കൂടെ ഉണ്ട്. അതായത് ഇവിടം ഒന്ന് കണക്ട് ചെയ്യണം, ഫുൾ ഒന്ന് കണക്ട് ചെയ്ത് ഫുൾ ഡിഫൈൻ ചെയ്യണം. ബാക്കി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം. ആൻഡ് ഇത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണ് വലുതായിട്ട് തോന്നാൻ വേണ്ടി അടിഭാഗത്ത് കുറച്ച് നമുക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് മീ അമൃത signing off. Thanks for watching. See you in next video.